ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് പുറത്താണ് കേട്ടോ. രാവിലെ ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ചെടികളുടെയും പൂക്കളെയൊക്കെ ഭംഗിയൊക്കെ കണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നല്ല തണുപ്പും മഴയും കാറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഓട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണോ നിറയെ ഓട്ടകളുള്ളതുകൊണ്ടാണോ ഈ അപ്പത്തിന് ഈ പേരെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഓട്ടട എന്നാണ് കേട്ടോ പറയുക. നിങ്ങളൊക്കെ നാട്ടിൽ എന്താണ് പറയാമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും ഞങ്ങളൊക്കെ ഫേവറേറ്റാണ്. ധാരാളം തേങ്ങ ഒക്കെ ഇട്ടിട്ട് അരിപ്പൊടി യൂസ് ചെയ്തിട്ടോ അരി യൂസ് ചെയ്തിട്ടോ ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടോ. ഇവിടെ ഒരു ചെറിയ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തു, വാൾപേപ്പറൊക്കെ ബാക്കി ഭാഗങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്തു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടോ. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഓട്ടടയും റെഡി ആവുന്നുണ്ട്. ഒരുപാട് ഹോളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു അപ്പത്തിന് ഈ ഒരു പേര് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയാണ് ഈ അപ്പം ഒരു ടേസ്റ്റ്. നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടക്കാതെ നിറയെ ഹോള് വന്നതിന് ശേഷം അടക്കുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കിട്ടുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ബോള് പോലെയാണ് കിട്ടുക. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ നിറയെ ഹോള് വന്നിട്ടാണ് ടേസ്റ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിന്ന് ഈ അപ്പത്തേക്ക് ഉണ്ടാക്കിയത് ബട്ടർ ചിക്കനാട്ടോ. അപ്പോൾ വിചാരിക്കണ്ടാവും എന്തൊരു കോമ്പിനേഷനാണിത് കേട്ടോ. ഒന്നുമല്ല, വേറെ ഒരു ഓപ്ഷനും ഇല്ല കേട്ടോ. ഇന്ന് മീനൊന്നും കിട്ടിയില്ല. മീൻകറിയും ഓട്ടടയൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബട്ടർ ചിക്കനും ഓട്ടടയും നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാച്ചായില്ലെങ്കിൽ നമ്മളങ്ങനെ മാച്ചാക്കിപ്പിക്കും. അങ്ങനെയാണ് രാവിലത്തെ പരിപാടികൾ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ചെടികളൊക്കെ ഒന്നിങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നല്ലൊരു വൈബാണ് കേട്ടോ. കിച്ചണിലാവുമ്പോൾ നമ്മളങ്ങനെ ഒതുങ്ങിക്കൂടി പോവില്ല. അവിടെ ഈ അപ്പം ചുട്ട് തീരുന്നവരെ ഞാൻ അവിടെ ഒതുങ്ങിക്കൂടി അതിനായിട്ട് നിൽക്കണം. ഇത് ഓരോ അപ്പങ്ങൾ ഒഴിക്കുന്നു, ഒരു റൗണ്ട് നടന്ന് വരുന്നു, എടുക്കുന്നു. ഈ ഒരു രൂപത്തിലാട്ടോ ഈ ഒരു അപ്പം ഉണ്ടാവുക. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതാണ് കേട്ടോ ടേസ്റ്റ്. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തരാം. എൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഓട്ടറിൻ്റെ റെസിപ്പി പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. ബൈ.